നമസ്കാരം. ചാം ചച്ചാ ചൂം ചച്ചാ ചൂമര ചച്ചാച്ചാ ചാം ചച്ചാ ചൂം ചച്ചാ ചൂമര ചച്ചാച്ചാ. ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് ഈ പാട്ട് കേട്ടപ്പോൾ ഇത് പാട്ടാണ് എന്ന് ഞാൻ പറയുന്നു. ഇതിന് ഏതെങ്കിലും തരത്തിൽ അർത്ഥം മനസ്സിലാക്കാൻ സാധിച്ചോ? ഉണ്ടാവില്ല എന്ന് തന്നെ ഞാനും വിശ്വസിക്കുന്നു. കാരണം ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കും അറിയില്ല, ഏത് ഭാഷയാണ് എന്നറിയില്ല. മുൻപ് പുറത്തിറങ്ങിയ മലയാളത്തിലെ ലവ് ഇൻ സിംഗപ്പൂർ എന്ന സിനിമയിലെ ഒരു ഗാനമാണ്. ഈ ഗാനരംഗത്ത് അഭിനയിച്ചിരിക്കുന്നത് അനശ്വരനായ മൺമറഞ്ഞുപോയ ജയൻ ആയിരുന്നു. മലയാളത്തിൻ്റെ പുരുഷ സൗന്ദര്യത്തിൻ്റെ പ്രതീകം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ മരണശേഷം മിമിക്രിക്കാർ ഇന്നും കൊണ്ടാടുന്ന ആ അതുല്യ പ്രതിഭയായ ജയൻ്റെ ഒരു പാട്ടാണ്, ജയൻ പാടി അഭിനയിച്ച ഒരു പാട്ട്. എന്തുകൊണ്ടാണ് ഈ പാട്ട് ഇവിടെ പരാമർശിക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. CPM 8 നിലയിൽ പൊട്ടി. 8 നിലയിൽ എന്ന് പറഞ്ഞാൽ ആ വിശേഷണം ഒട്ടും ശരിയാവില്ല, 16 നിലയിൽ പൊട്ടി എന്ന് വേണം പറയാൻ. CPMൻ്റെ 16 കഴിഞ്ഞ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. എന്നാൽ ഈ പരാജയത്തിൻ്റെ കാരണം കേരളത്തിലെ എല്ലാ ഏരിയ കമ്മിറ്റിയിലും, ബ്രാഞ്ച് തലത്തിലും, ബൂത്ത് തലത്തിലും, ജില്ലാ കമ്മിറ്റിയിലും, സംസ്ഥാന സമിതിയിലുമെല്ലാം ചർച്ച ചെയ്തു വരുന്നു. സംസ്ഥാന സമിതി ഏരിയ കമ്മിറ്റിക്ക് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി 34 പോയിന്റുകൾ, മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങളുടെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് എന്തുകൊണ്ടാണ് CPMന് വോട്ട് ചോർന്നത് എന്നുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ചാൽ മതി. അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി സംസ്ഥാന സമിതിയെ ബോധിപ്പിച്ചാൽ മതി. അല്ലാതെ സംസ്ഥാന നേതാക്കൾ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പിണറായി വിജയനോ അല്ലെങ്കിൽ MP ഗോവിന്ദനോ അടക്കമുള്ള ആളുകളുടെ പ്രവർത്തന ശൈലിയെക്കുറിച്ചോ അവരുടെ പെരുമാറ്റ രീതികളെക്കുറിച്ചോ ഭരണപരാജയത്തെക്കുറിച്ചോ ഒന്നും നിങ്ങൾ ചർച്ച ചെയ്യേണ്ടതില്ല. പകരം ഏരിയ കമ്മിറ്റികളിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് വോട്ട് ചോർച്ച CPMനുണ്ടായത്, ഈ വിഷയം മാത്രം ചർച്ച ചെയ്താൽ മതി എന്നാണ് തെരഞ്ഞെടുപ്പ് പരാജയ അവലോകന യോഗം ചേരുന്ന ഏരിയ കമ്മിറ്റിക്ക് സംസ്ഥാന സമിതി കൊടുത്ത 34 ഇന നിർദ്ദേശങ്ങൾ. ഈ 34 ഇന നിർദ്ദേശങ്ങൾ കിട്ടിയ തിട്ടൂരം ആദ്യമേ തന്നെ കേരളത്തിലെ എല്ലാ ഏരിയ കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റികളും വലിച്ചു കീറി ചവറ്റുകുട്ടയിലെറിഞ്ഞു. അതായത് ജനം ഇപ്പോൾ CPMനെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിച്ചു കീറി ചവറ്റുകുട്ടയിൽ എറിഞ്ഞതുപോലെ അവരും ചവറ്റുകുട്ടയിൽ എറിഞ്ഞിട്ട് സ്വതന്ത്രമായി അവർ ചിന്തിച്ചു. അന്തം കമ്മികൾ, അടിമക്കമ്മികൾ എന്ന് അണികളെ വിശേഷിപ്പിച്ചിരുന്ന CPMന്റെ നേതാക്കന്മാർക്ക് ഇത് വലിയ തിരിച്ചടിയായി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ പരാജയത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന്, സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദന്റെ പറഞ്ഞാൽ മനസ്സിലാകാത്ത അല്ലെങ്കിൽ മനുഷ്യർക്ക് മനസ്സിലാകാത്ത ചില ഭാഷാപ്രയോഗങ്ങളും സംസാര രീതിയും തന്നെയാണ് എന്നാണ് എല്ലാ ഏരിയ കമ്മിറ്റികളിലും പറഞ്ഞത്. ഒരു ഏരിയ കമ്മിറ്റി MP ഗോവിന്ദന്റെ സംസാര ശൈലിയെ ഉപമിച്ചത് ചാം ചച്ച ചൂം ചച്ച ചാമര ചച്ചാച്ച. അതായത് എന്താ പറയുന്നത് എന്ന് ഗോവിന്ദന് അറിയുന്നില്ല, ഗോവിന്ദൻ എന്താ പറയുന്നത് എന്ന് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെയാണ് അവർ പരിഹാസദ്യോതകമായി ഈ പാട്ട് ഉയർത്തി കാണിച്ചത്. ഇതുകൊണ്ട് തന്നെയാണ് ഈ വാർത്തയുടെ ആമുഖത്തിൽ ഈ പാട്ട് പാടിയത്. അതായത് അണികൾക്കും പ്രവർത്തകർക്കും നാട്ടുകാർക്കും ഞാൻ പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ചിന്തിക്കാതെയാണ് MP ഗോവിന്ദൻ പാർട്ടിയെക്കുറിച്ചും പാർട്ടിയുടെ നയങ്ങളെക്കുറിച്ചും എപ്പോഴും സംസാരിച്ചു കൊണ്ടിരുന്നത് എന്നാണ് എല്ലാ ഏരിയ കമ്മിറ്റികളിലും ആവർത്തിച്ചത്. അത്തരം ഒരു നേതാവിൻ്റെ വിടുവായത്തരങ്ങളും ഭാവനയില്ലായ്മയും തന്നെയാണ് CPM എന്ന പാർട്ടിയെ പാതാളത്തിൻ്റെ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് നയിച്ചത് എന്നാണ്, അല്ലെങ്കിൽ വീഴ്ത്തിയത് എന്നാണ് ഏരിയ കമ്മിറ്റികളിൽ പറഞ്ഞത്. ഇതുപോലെ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നടത്തിപ്പിനെക്കുറിച്ചും ദുർനടത്തിപ്പിനെക്കുറിച്ചും അവർ പറഞ്ഞത്. ദുർനടത്തിപ്പ് എന്ന് പറഞ്ഞാൽ പരസ്ത്രീ ഗമനം ആണ് എന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത്. ശരിയല്ലാത്ത രീതികൾ ആണ്, അതായത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ ശൈലിയിലൂടെ നടന്നതിനെയാണ് ദുർനടത്തിപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. ഒരു ചക്രവർത്തിയെ പോലെയാണ് പിണറായി വിജയൻ എപ്പോഴും പെരുമാറിയത് എന്നാണ് CPIയുടെ അവലോകന യോഗങ്ങളിൽ ഉയർന്നു കേട്ടത്. അതവിടെ നിൽക്കട്ടെ, CPMകാർ പറഞ്ഞത് പറയാം. 41 കാറിന്റെ അകമ്പടിയോടുകൂടി സഞ്ചരിക്കുന്ന, നെയ്മീൻ കൂട്ടി ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കുന്ന, ചുറ്റും അംഗരക്ഷകരും വെൺകൊറ്റക്കുടയും ഛത്രചാമരാദികളും കൊണ്ട് എപ്പോഴും വിരാജിക്കുന്ന പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ആശയങ്ങൾക്ക് അനുകൂലമായി അല്ലെങ്കിൽ അതിന് അനുസൃതമായി ജീവിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. ഒരു കാരണവശാലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എങ്ങനെ ജീവിക്കാൻ പാടില്ലയോ അതുപോലെയാണ് പിണറായി വിജയൻ ജീവിച്ചത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയായിരുന്നു പിണറായി വിജയൻ എന്നാണ് പലരും ആക്ഷേപം ഉയർത്തിക്കൊണ്ട് പറഞ്ഞത്. കൂടാതെ പിണറായി വിജയന്റെ അവസരത്തിലും അനവസരത്തിലുമുള്ള പെരുമാറ്റ രീതികളും സംസാര രീതികളും ഈ കുറി CPMനെ തോൽപ്പിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്.
അതായത് പിണറായി വിജയൻ എന്ന നേതാവ് എവിടെ വരുമ്പോഴും ഒരുതരം ധാർഷ്ട്യവും അഹങ്കാരവും കലർന്ന മട്ടിൽ എനിക്ക് മുകളിൽ ആരുമില്ല, അല്ലെങ്കിൽ എൻ്റെ നേരെ നിന്ന് ആരും സംസാരിക്കാൻ പാടില്ല എന്ന മട്ടിൽ തന്നെയാണ് ആ ഒരു നേതാവ് സംസാരിച്ചിരുന്നത്. ഇത് ജനങ്ങളെ പാർട്ടിയിൽ നിന്നും അകറ്റി പാർട്ടിക്ക് ജനങ്ങളിൽ അവമതിപ്പുളവാക്കി എന്ന് തന്നെയാണ് പലരും ചൂണ്ടിക്കാണിച്ചത്. പിണറായി വിജയൻ എവിടെയെങ്കിലും യോഗത്തിൽ സംസാരിക്കുമ്പോൾ നേതാവേ അല്ലെങ്കിൽ CMA ഒരു വാക്ക് എന്ന് പറയുമ്പോൾ, ഒരു ചോദ്യം എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന മാത്രയിൽ തന്നെ എന്താണ് തന്നോട് അയാൾക്ക് പറയാനുള്ളത്? താൻ ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് ഈ നാട്ടിലെ ഏതൊരാൾക്കും തന്നോട് നേരിട്ട് കാര്യങ്ങൾ പറയാനുള്ള അവകാശമുണ്ട്. എന്താണ് അയാൾക്ക് പറയാനുള്ളത് എന്ന് കേൾക്കാനുള്ള ഒരു സഹിഷ്ണുതാ മനോഭാവം കാണിക്കാതെ അതൊക്കെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പരിഹസിക്കുന്ന രീതിയിൽ അഹങ്കാരത്തോടു കൂടിയുള്ള പെരുമാറ്റ രീതി ജനങ്ങളിൽ മുഖ്യമന്ത്രിയെക്കുറിച്ചും പാർട്ടിയെക്കുറിച്ചും അവമതിപ്പുളവാക്കി എന്ന് തന്നെയാണ് എല്ലാ ഏരിയ കമ്മിറ്റികളിലും പിണറായി വിജയന്റെ പെരുമാറ്റ രീതിയെക്കുറിച്ച് എടുത്തു പറഞ്ഞത്. കൂടാതെ 63 വർഷത്തെ പാർട്ടിയിലെ മഹിത പാരമ്പര്യം ഉപേക്ഷിച്ച് പുറത്തുപോയ അമ്പലപ്പുഴയിലെ G. സുധാകരനെ ചെറ്റത്തരം എന്നൊക്കെ വിളിച്ച് ആക്ഷേപിച്ചതും വലിയ തെറ്റ് തന്നെയായി ജനം കാണുന്നു. MP ഗോവിന്ദന് കൃത്യമായി തിരിച്ചടി കൊടുത്തത് എങ്ങനെയാണ് പാർട്ടിയുടെ ഈറ്റില്ലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തളിപ്പറമ്പിലും പയ്യന്നൂരിലും പാർട്ടിയുടെ വിമത സ്ഥാനാർത്ഥികൾ ജയിച്ച് കയറിയത്. കഴിഞ്ഞ 40 വർഷക്കാലമായി പയ്യന്നൂരിനോട് ചേർന്ന് കിടക്കുന്ന തൃക്കരിപ്പൂരിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി മാത്രം ജയിച്ചു കയറുന്ന ഒരു മണ്ഡലത്തിൽ സന്ദീപ് വാര്യരെ പോലുള്ള BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് ചേക്കേറിയ ഒരാൾ എങ്ങനെ ജയിച്ചു കയറി വന്നു എന്നാണ് ചോദിക്കുന്നത്. ഇതിന് കൃത്യമായ ഉത്തരം പറയുന്നത് കണ്ണൂർ ജില്ലാ നേതൃത്വത്തിന്റെ പിടിപ്പുകേട് തന്നെയാണ്. MP ഗോവിന്ദന്റെ ചാം ചച്ച ചൂം ചച്ച ചാമര ചുച്ചാച്ച എന്ന് പറയുന്ന രീതിയിലുള്ള സംഭാഷണ ശൈലികളും അതുപോലെ പിണറായി വിജയൻ എന്ന നേതാവിന്റെ പരസ്പര വിരുദ്ധമായ പ്രവർത്തന ശൈലിയും പെരുമാറ്റ രീതിയും അതുപോലെ തന്നെ സംസാരവും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രീതിയുമെല്ലാം ജനങ്ങളെ അതിൽ നിന്നകറ്റി. കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ പെട്ടി പിടിച്ച പരിചയം മാത്രമാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ രാകേഷിനുള്ളത് എന്നാണ് ചില ഏരിയ കമ്മിറ്റികളിൽ രാകേഷിനെതിരെ കടുത്ത വിമർശനം ഉയർന്നത്. തളിപ്പറമ്പിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയെ മത്സരിപ്പിച്ച് മന്ത്രിയാക്കുന്നതിനോടുള്ള എതിർപ്പ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു വന്നിട്ടും അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് സംസ്ഥാന സമിതി MP ഗോവിന്ദന്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ മറുപടി പറഞ്ഞത് അല്ലെങ്കിൽ ചെങ്കൊടി കാണിച്ചത് അല്ലെങ്കിൽ പച്ചക്കൊടി കാണിച്ചത് ഒരു കാരണവശാലും ശരിയായില്ല. MP ഗോവിന്ദന്റെ ഭാര്യയെ മത്സരിപ്പിക്കാൻ അനുവദിച്ച് ശരിയായില്ല എന്ന് തന്നെയുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നോക്കിക്കണ്ട് പാർട്ടിയെ രക്ഷിച്ചു കൊണ്ടുപോകാൻ രാകേഷിനായതില്ല എന്നതിൻ്റെ പേരിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റി തന്നെ പിരിച്ചുവിടണം എന്നാണ് കേരളത്തിലുള്ള മിക്കവാറും എല്ലാ ഏരിയ കമ്മിറ്റികളും പരസ്യമായി തന്നെ വിളിച്ചു പറഞ്ഞത്. മാത്രമല്ല തളിപ്പറമ്പിൽ രക്തസാക്ഷിയായ ധൻരാജിന്റെ രക്തസാക്ഷി ഫണ്ട് വിനിയോഗം ചെയ്യുന്നതിൽ കൃത്യമായ തെറ്റ് പാർട്ടിക്ക് പറ്റി എന്ന് ചൂണ്ടിക്കാണിച്ച അവിടുത്തെ വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച V. കുഞ്ഞികൃഷ്ണന്റെ വാക്കുകൾ ആരും ചെവിക്കൊണ്ടില്ല. മാത്രമല്ല പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്ന അപജയം ചൂണ്ടിക്കാണിച്ചപ്പോൾ V. കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുവാനാണ് പാർട്ടി നേതൃത്വം തീരുമാനിച്ചത്. അല്ലാതെ V. കുഞ്ഞികൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച തെറ്റുകളിൽ ഒരു പരിഹാരക്രിയകൾ ഒരു കാരണവശാലും CPM കണ്ടെത്തിയില്ല. അതുകൊണ്ട് തന്നെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി തന്നെയാണ് പാർട്ടിയുടെ ഇത്രത്തോളം വലിയ തോൽവിക്ക് കാരണമായത്. മറ്റൊരു കാര്യം കൂടി എടുത്തു പറഞ്ഞു. ധൻരാജിന്റെ രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട് അത്തരം കണക്കുകൾ ജനങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, അത് ഞങ്ങളുടെ പണമാണ്, അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി രാകേഷ് പറയുമ്പോൾ രാകേഷിന്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ CPMകാരുടെ വീട്ടിൽ നിന്നോ മാത്രമല്ല ധൻരാജ് രക്തസാക്ഷി ഫണ്ട് സ്വരൂപിച്ചിരിക്കുന്നത്, നാട്ടുകാരുടെ പണം കൂടിയാണ് എന്നുള്ള കാര്യം മറന്നുകൊണ്ട് നിരുത്തരവാദിത്തപരമായി രാകേഷ് നടത്തിയ ഇത്തരം പ്രസ്താവനകളും പാർട്ടിക്ക് ജനങ്ങൾക്കിടയിൽ അവമതിപ്പുളവാക്കി. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ പെട്ടിപിടുത്തക്കാരൻ, വലിയ നേതാക്കന്മാരുടെ പെട്ടിപിടുത്തക്കാരൻ എന്നറിയപ്പെടുന്ന രാകേഷ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. കണ്ണൂർ ജില്ലാ സെക്രട്ടറി രാകേഷ് രാജിവെക്കണം, കണ്ണൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടണം എന്ന് തന്നെയാണ് പല കോണുകളിൽ നിന്നും ഉയർന്ന സംസാരങ്ങൾ. ഇത് തന്നെയാണ് പിണറായി വിജയൻ എന്ന നേതാവിനെതിരെയും ഉയർന്നു വന്നത്. കേസിന്മേൽ കേസ് 100 കൂട്ടം കേസുമായി നടക്കുന്ന പിണറായി വിജയൻ കുടുംബത്തിനും മക്കൾക്കും വേണ്ടി ഭരിച്ചു എന്നൊരു ആക്ഷേപം കൂടി ഉയർന്നു വന്നു. ലാവലിൻ കേസ്, മാസപ്പടി കേസ്, മകൾ വീണ വിജയന്റെ പേരിൽ ഉയർന്നു വന്ന മാസപ്പടി കേസ്, ആദായ നീതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ ഈ 1,78,00,000 രൂപ CMRL എന്ന കരിമണൽ ഖനന കമ്പനിയിൽ നിന്നും മകൾ വാങ്ങി എന്നുള്ള കേസിൽ പിണറായി വിജയൻ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ പറയാതിരുന്നത്, വെള്ളാപ്പള്ളി നടേശൻ എന്ന മത നേതാവിനെ തൻ്റെ കാറിൽ കയറ്റിക്കൊണ്ടു നടക്കുകയും ന്യൂനപക്ഷത്തിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ വായു തോരാതെ സംസാരിച്ചപ്പോഴെല്ലാം അവരിൽ സ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിൽ വെള്ളാപ്പള്ളി നടേശൻ മതധ്രുവീകരണം ഉണ്ടാക്കുന്ന തരത്തിൽ സംസാരിച്ചപ്പോൾ ഇടതുപക്ഷത്തിന്റെ വക്താക്കൾ ആരും തന്നെ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആരും തന്നെ വെള്ളാപ്പള്ളി നടേശനെ തിരുത്താൻ ആയില്ല എന്നുള്ളതും പാർട്ടിയിൽ വലിയ
ജനങ്ങൾക്കുള്ളിൽ വലിയ അവമതിപ്പുളവാക്കി. ഇതെല്ലാം കൊണ്ട് തന്നെയാണ് പാർട്ടി തോറ്റത്. അപ്പോഴും സംസ്ഥാന സമിതി കേന്ദ്ര കമ്മിറ്റിക്ക് കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നില്ല. ഭരണവിരുദ്ധ വികാരം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ 2 തവണ കേരളം ഭരിച്ച CPM 99-ൽ നിന്ന് പിന്നെ എങ്ങനെയാണ് 35 സീറ്റിലേക്ക് പരാജയപ്പെട്ട് കൂപ്പുകുത്തിയത് എന്നുള്ള കേന്ദ്ര കമ്മിറ്റിയുടെ ചോദ്യത്തിന് സംസ്ഥാന സമിതി ചാം ചച്ചാ ചൂം ചച്ചാ ചൂമര ചച്ചാച്ച എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. CPM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയ MA ബേബി ആവട്ടെ പിണറായി വിജയൻ എന്ന മുൻ മുഖ്യമന്ത്രിയെ പ്രതിപക്ഷ നേതാവായി വീണ്ടും അവരോധിക്കുന്നതിന് വേണ്ടി കോപ്പ് കൂട്ടുകയായിരുന്നു. അതായത് പോളിറ്റ് ബ്യൂറോവിലെ എല്ലാ അംഗങ്ങളും പിണറായി വിജയനെതിരെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഓൺലൈനായി വോട്ടെടുപ്പ് നടത്തിക്കൊണ്ട് MA ബേബി പിണറായി വിജയന്റെ പോളിറ്റ് ബ്യൂറോ എന്ന രീതിയിലുള്ള പിണറായി വിജയന്റെ കൂടി വോട്ട് മേടിച്ചു കൊടുത്തുകൊണ്ട് പിണറായി വിജയൻ 3 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടി പ്രതിപക്ഷ നിരയിലേക്ക് കൊണ്ടുവരികയും പ്രതിപക്ഷ നേതാവായി അവരോധിക്കുകയും ചെയ്തു ദേശീയ സെക്രട്ടറിയായ MA ബേബി. ഈ MA ബേബി പിന്നെ ഇനി എങ്ങനെയാണ് പാർട്ടിയെ സംരക്ഷിക്കുക? കേരളത്തിന്റെ മുക്കും മൂലയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഓരോ ഹൃദയമിടിപ്പും കൃത്യമായി അറിയാം എന്ന് പറയുന്ന MA ബേബി പോലും ഇത്തരത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടായില്ല. തോൽവിയുടെ പരാജയം എല്ലാ ആളുകൾക്കുമാണ് എന്നൊക്കെ പറയുമ്പോൾ ഇനി CPM-നെ ആര് രക്ഷിക്കും എന്ന് തന്നെയാണ് ഏരിയ കമ്മിറ്റിയിൽ ഉയർന്നു കേട്ട സംസാരങ്ങൾ. അതുകൊണ്ട് MLA സ്ഥാനം പോലും പിണറായി വിജയൻ രാജിവെക്കണം എന്നാണ് പിണറായി വിജയനെ വാഴ്ത്തിപ്പാടിയ കാരണഭൂതൻ എന്നൊക്കെ പറഞ്ഞ് വാഴ്ത്തിപ്പാടി തിരുവാതിരപ്പാട്ടുണ്ടാക്കി കൊടുത്ത പാറശാല ഏരിയ സെക്രട്ടറി പോലും പറഞ്ഞത്. ഇനി പിണറായി വിജയൻ എന്ന നേതാവ് CPM-ന് ആവശ്യമില്ല. പിണറായി വിജയന്റെ MLA സ്ഥാനം പോലും രാജിവെക്കണം, പ്രതിപക്ഷ നേതൃസ്ഥാനവും രാജിവെക്കണം, പിണറായി വിജയൻ പാർട്ടിക്ക് ആവശ്യമില്ല എന്ന തരത്തിലുള്ള ഏരിയ കമ്മിറ്റി, പാറശാല ഏരിയ കമ്മിറ്റിയുടെ വിമർശനങ്ങളെല്ലാം അത്തരത്തിലാണ് വന്നിരിക്കുന്നത്. ഒരു കാലത്ത് പിണറായി വിജയൻ കാരണഭൂതൻ എന്ന് വാഴ്ത്തിക്കൊണ്ട് തിരുവാതിരപ്പാട്ട് എഴുതി പൊതുമധ്യത്തിൽ അവതരിപ്പിച്ച ആൾ കൂടിയാണ് ഈ പാറശാല ഏരിയ കമ്മിറ്റി സെക്രട്ടറി എന്ന് ഓർക്കണം. അപ്പോൾ പിണറായി വിജയനും MV ഗോവിന്ദനുമെല്ലാം പാർട്ടിയിൽ നിന്നും വളരെ ദൂരം അകലെ പോയിരിക്കുന്നു. ഒരു തരത്തിലും ജനസമ്മതിയില്ല. എന്നിട്ടും ഇപ്പോഴും MV ഗോവിന്ദൻ ചാം ചച്ച ചൂം ചച്ച ചൂമര ചച്ചാച്ച എന്ന രീതിയിൽ വീണ്ടും പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് പാർട്ടിയെ ഉദ്ധരിക്കാൻ വേണ്ടി ഇറങ്ങി തിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ 35 സീറ്റിലെത്തിയിരിക്കുന്ന ഈ പാർട്ടി വീണ്ടും 3 സീറ്റിലേക്കും പിന്നെ ബംഗാളിലേതുപോലെ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്കും അധപ്പതിക്കും എന്ന് തന്നെയാണ് നേതാക്കൾ, ഏരിയ കമ്മിറ്റിയിലെ നേതാക്കളും പ്രവർത്തകരുമെല്ലാം ചൂണ്ടിക്കാണിച്ചത്. പിണറായി വിജയനോ MA ബേബിയോ കേന്ദ്ര കമ്മിറ്റിയോ പോളിറ്റ് ബ്യൂറോവോ സംസ്ഥാന സമിതിയോ സംസ്ഥാന സെക്രട്ടേറിയറ്റോ ഇത് തിരുത്താൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ബംഗാളിന്റെയും ത്രിപുരയിലെയും CPM-ന്റെ അവസ്ഥയിലേക്ക് കേരളത്തിലെ CPM-ഉം കൂപ്പുകുത്തും ഇല്ലാതെയായി തീരും എന്ന് തന്നെയാണ് ഇവരെല്ലാവരും പറയുന്നത്. അപ്പോഴും MV ഗോവിന്ദൻ ചാം ചച്ച ചൂം ചച്ച ചുമര ചച്ചാച്ച എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും എന്നുകൂടിയാണ് പറയുന്നത്. ഇനി ഈ വിഷയത്തിൽ എന്ത് നടക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കാം.